ആദ്യമായിട്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അധികം സംസാരിക്കാൻ അറിയാത്തൊരു സ്റ്റേജിലൊക്കെ നമ്മൾ പലപ്പോഴും ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഡയലോഗ് ഉണ്ട്. സോറി, മൈ ഇംഗ്ലീഷ് ഈസ് നോട്ട് ഗുഡ്, മൈ ഇംഗ്ലീഷ് ഈസ് വെരി ബാഡ്, സോറി, ഐ എം റിയലി സോറി, ഐ എം നോട്ട് ഗുഡ് ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ ഇംഗ്ലീഷ് മോശമാണ്, നമ്മൾ ഇംഗ്ലീഷിൽ ഭയങ്കര വീക്കാണ്, നമ്മുടെ ഇംഗ്ലീഷ് ഭയങ്കര അലമ്പാണ് എന്നൊക്കെയുള്ള ഒരു കിടിലൻ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യമേ തന്നെ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാം. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിനി ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വരുത്തിയാൽ പോലും ഇവരാരും നമ്മളതിനെ കളിയാക്കാൻ പാടില്ല, നമ്മളതിനെ കുറ്റം പറയാൻ പാടില്ല, നമ്മളതിനെ ഒന്നും ചെയ്യാൻ പാടില്ല, നമുക്കൊരു പരിഗണന തരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ, ഇംഗ്ലീഷ് ഈസ് നോട്ട് യുവർ മദർ ടങ്. അതായത് ഇംഗ്ലീഷ് നിങ്ങളുടെ മാതൃഭാഷയല്ല. മദർ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭാഷ എന്ന് പറയും അല്ലേ. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ശരിയായിട്ട് പറയാം. മലയാളം എനിക്ക് അത്ര അറിയില്ല കേട്ടോ, നമ്മൾ ഒരിക്കലും പറയൂല. നമ്മളൊരിക്കലും എന്താ പറയുക, ഒരു കവി സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഭാഷാ പണ്ഡിതൻ സംസാരിക്കുന്ന പോലെ ഒന്നും ഒരിക്കലും മലയാളത്തിൽ നമുക്ക് സംസാരിക്കാൻ അറിയില്ല. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എണീറ്റുന്ന മലയാളത്തിൽ ഒരാളോട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ 5 മിനിറ്റ് മലയാളത്തിൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ പോലും നമ്മളിൽ ഭൂരിഭാഗം പേർക്കും മലയാളത്തിൽ പ്രസംഗിക്കാനുള്ള കഴിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരിക്കൽ പോലും ആരോടും പറയാറില്ല എൻ്റെ മലയാളം കുറച്ച് വീക്കാണ് കേട്ടോ, ഞാൻ മലയാളത്തിൽ അത്ര അങ്ങോട്ട് ഉഷാറല്ല കേട്ടോ എന്നുള്ളത് നമ്മൾ ഒരിക്കൽ പോലും പറയാറില്ല. കാരണം നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. അതേ സംഭവം തന്നെ നമുക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ മാത്രം തോന്നുന്നു? നമ്മൾ ലോകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഈസ് യുവർ സെക്കൻഡ് ലാംഗ്വേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ തേർഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരു പക്ഷേ മലയാളമോ തമിഴോ ഹിന്ദിയോ ഒക്കെ നമ്മൾ അത്യാവശ്യം സംസാരിക്കുന്നുണ്ടാവും. സോ ഇംഗ്ലീഷ് ഈസ് യുവർ സെക്കൻഡ് ലാംഗ്വേജ് ഓർ തേർഡ് ലാംഗ്വേജ്. ഇഫ് യു ക്യാൻ സ്പീക്ക് സംതിങ് ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇഫ് യു ക്യാൻ സ്പീക്ക് സംതിങ് ഇൻ യുവർ സെക്കൻഡ് ലാംഗ്വേജ്, മേ ബി എ സിംഗിൾ വേർഡ്, ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിരിക്കാം. ദാറ്റ് ഈസ് റിയലി ഗ്രേറ്റ് മാൻ, ഇറ്റ്സ് അമേസിങ്, യു ആർ സച്ച് എ ഗ്രേറ്റ് പേഴ്സൺ. അല്ലെങ്കിൽ നിങ്ങളൊരു സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം മാതൃഭാഷ അല്ലാത്ത വേറൊരു ഭാഷയിലത്തെ ഒരു വാക്കും വാചകമാണ്. സോ യു ഹാവ് ടു ഫീൽ പ്രൗഡ് അബൌട്ട് ദാറ്റ്. മനസ്സിലായില്ലേ? സോ യു ഹാവ് ടു സ്റ്റോപ്പ് സെയിങ് I'm really bad in English, അല്ലെങ്കിൽ my English is really bad, I'm not really good in English. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്നത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി മാറി കിട്ടും. മനസ്സിലായില്ലേ? ബിക്കോസ് യു ആർ ജസ്റ്റ് ഓസം. അടിപൊളി വീഡിയോ ആയിട്ടില്ലേ? ഇത് ഞാൻ വേറെ എവിടെയോ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെങ്കിലോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.